മധു പറയുക, അവരെ കൊണ്ട് തവസ്സുലാക്കുക, ഇസ്തിഗാസ നടത്തുക. എന്നാൽ എല്ലാ വിഷയത്തിനും പരിഹാരം കണ്ടൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. മഹാന്മാർ എന്തുണ്ടായാലും ഗൗസുൽ ആലമിന്റെ പേരിൽ കുത്തുബിയെ തോന്നിയിരുന്നു. അതേപ്രകാരം റാത്തിബ് നടത്തിയിരുന്നു. എന്തേ കാരണം? മഹാന്മാരെ വിളിച്ചാൽ വല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പുട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. ആ മഹാന്മാർ ഉത്തരം ചെയ്തു. അതിന്റെ ഗുണം മുൻഗാമികളായ ആളുകൾ കണ്ടു. എന്നാൽ ഇന്നോ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു. മഹാന്മാരെ വിളിക്കുമ്പോൾ സഹായം കേടുന്നില്ല. എന്തേ കാരണം? ഇത്തരം ആളുകളൊക്കെ നമ്മുടെ വേദികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലും ഒരുമിച്ച് കൂടുമ്പോൾ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല. നാം ചിന്തിക്കണം. മഹാന്മാർ പറയുന്നുണ്ട്, ബിദ്അത്തിന്റെ ആളുകൾ ഉള്ള വേദിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. നിബിധങ്ങൾ പഠിപ്പിച്ചു, ബിദ്അത്തിന്റെ ആളുകൾ കിലാബുന്നാർ, നരകത്തിലെ നായ്ക്കളാണവർ. നാം ചിന്തിക്കണം. ബിദ്അത്തിന്റെ ആശയം എവിടെയെല്ലാം വരുന്നു, എവിടെയെല്ലാം ഉടലെടുക്കുന്നു, അവിടെയെല്ലാം എന്തെങ്കിലും നഷ്ടങ്ങൾ കാണും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുൻഗാമികൾ കാണിച്ചിട്ടുള്ള ആ മാതൃകകൾ മുഴുവനും നമ്മൾ അനുഷ്ഠിക്കണം, നമ്മൾ കൊണ്ടുമടക്കണം. ആരെന്തു പറഞ്ഞാലും നമ്മുടെ പള്ളിയില്, നമ്മുടെ മദ്രസില്, നമ്മുടെ വീടുകളില്, നമ്മുടെ നാടുകളില് മഹാന്മാർ കാണിച്ചു വന്ന ആ പാരമ്പര്യം നാം ഒരിക്കലും വിട്ടുകളിക്കരുത്, വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകളിച്ചാൽ നമ്മുടെ നാടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും അരാജകത്വങ്ങൾ ഉണ്ടാകും, അനീതി ഉണ്ടാകും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല, മഹാന്മാരെ വിളിക്കാൻ പറ്റൂല. അതൊക്കെ ശിർക്കും കിർക്കുമാക്കിയിട്ട് സ്വന്തം കുടുംബത്തില് ബറക്കത്തില്ലാത്ത ജീവിതമുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം മഹാന്മാരെ സ്നേഹിക്കണം, നാം മഹാന്മാരെ ഇഷ്ടപ്പെടണം, അവരെ മധു പറയണം, മൗലൂദ്, റാത്തീബ് ഓതണം, ദിക്ർ ചൊല്ലണം, എല്ലാം ചെയ്യണം. എങ്കിലേ മഹാന്മാരെ ഇഷ്ടം നമുക്കുണ്ടാവുകയുള്ളൂ, ആ മഹാന്മാരെ സഹായം ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ തരുണത്തിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ മഹാന്മാരായ ആളുകൾ എവിടൊക്കെയുണ്ടോ ആ മഹാന്മാരെ മുഴുവനും സിയാറത്ത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ അവരെ പേരിൽ നാം ഫാത്തിഹ ഓതി, നാം യാസീൻ ഓതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മഹാന്മാരായിരിക്കും നമ്മളൊക്കെ മരിക്കുന്ന വേളയിൽ, അല്ല ഖബറിൽ കിടക്കുന്ന വേളയിൽ, മാത്രമല്ല മഹ്ശറയിൽ ഇങ്ങനെ നമുക്ക് എവിടെയെല്ലാം സഹായത്തിന്റെ ആവശ്യം വരുമോ അവിടെയെല്ലാം ഈ മഹാന്മാര് സഹായിക്കും. സഹായിച്ച ഒരുപാട് കഥകള്, സഹായിച്ച ഒരുപാട് അനുഭവങ്ങള് ഉസ്താദുമാർ, എന്തിനേറെ നാടന്മാരായ ആളുകൾ വരേക്കും മഹാന്മാരെ സ്നേഹിച്ച കാരണം കൊണ്ട്, അവരെ മധു പറഞ്ഞ കാരണം കൊണ്ട്, കുത്തുബിയത്തിന്റെ കാരണം കൊണ്ട് ഒരിക്കലും ശിർക്കല്ലാത്, ദിക്ർ ഒരിക്കലും അനാചാരമല്ല. നമ്മുടെ പള്ളി ഉണ്ടാക്കുമ്പോൾ, മദ്രസ ഉണ്ടാക്കുമ്പോൾ, ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം നിസ്കാരം മാത്രമല്ല, ഖുർആൻ പാരായണം ആ പള്ളി ചെയ്യേണ്ട കർമ്മമാണ്. ദിക്ർ ആ പള്ളി നടത്തേണ്ട കർമ്മമാണ്. ദിക്ർ അതേപ്രകാരം സ്വലാത്ത്, ഹദ്ദാദ്, ഇതെല്ലാം ആ പള്ളി നടത്തണം. എങ്കിലേ പള്ളിയുടെ ഇമാറത്തുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം മഹാന്മാരെ സ്നേഹിക്കുക. പറഞ്ഞല്ലോ ഇവിടെ ദിക്റു സ്വാലിഹീന കഫാറത്തുൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനാണ് മഹാന്മാരെ സ്മരിക്കുന്നത്. നാം പാപികളാണല്ലോ. നിരന്തരമായി കണ്ണുകൊണ്ട്, നാക്കുകൊണ്ട്, ചെവിടുകൊണ്ട്, കൈകളെ കൊണ്ട്, കാലുകളെ കൊണ്ട് നിരന്തരമായി ഹറാമുകളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന നമ്മൾ ഇത്തരുണത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ഉസ്താദുമാരുടെ പ്രാർത്ഥന, അൽഹംദുലില്ലാ, എത്ര ഭാഗ്യമുള്ള കാര്യമാണ്. ഇത്തരം ഒരു ഭാഗ്യവുമില്ലാതെ എവിടൊക്കെയോ പോയിരിക്കുമ്പോൾ നാം ചിന്തിക്കുക, ഈ മഹാന്മാരൊക്കെ നാളെ മഹ്ശറയിൽ വരുമ്പോൾ അവരെ സ്നേഹിച്ച ആളുകളെ കൈപിടിച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ വെറുത്തവരെ ഒരിക്കലും തിരിഞ്ഞു നോക്കുകയില്ല, അവരെ സ്മരിക്കാത്തവർ അവർ നോക്കുകയില്ല. എന്തേ കാരണം? മഹാന്മാരെ വെറുക്കൽ അത് അല്ലാഹുവിന്റെ ശപം കിട്ടാൻ കാരണമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരെ ആര് വെറുക്കുന്നുവോ, അവരോട് ആര് ശത്രുത പാലിക്കുന്നുവോ, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അഥവാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാ. അല്ലാഹ് ഇഷ്ടപ്പെട്ട സ്നേഹിക്കൽ നമ്മുടെ കടമയാണ്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിനെ മാത്രം പേടിച്ച് ജീവിക്കുന്നവരാണ്. അത്തരം ജീവിക്കുന്ന ആളുകളെ നാം ഇഷ്ടപ്പെടുമ്പോൾ ആ മഹാന്മാരൊക്കെയും നമ്മെ സഹായിക്കും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. ആരെന്ത് കുറ്റം പറഞ്ഞാലും നാം ചിന്തിക്കുക, നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താണ്? മഹാന്മാരെ സ്നേഹിക്കുന്ന മാർഗം, അവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന മാർഗം,
അവരെ മദ്ഹ് പറയുന്ന മാർഗം, അവരുടെ പേരിൽ റാത്തീബും അതേപ്രകാരം ഖുതുബിയത്തും അതേപ്രകാരം ഉറൂസുമെല്ലാം നടക്കുന്ന ആ പാരമ്പര്യം നമ്മൾ ഒരിക്കലും മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാട്ടിൽ അതുപോലെ നാം എവിടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ ഒരു പാരമ്പര്യത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നരായ മൂസ ഹാജിയുടെ ആ ദർജ കൂട്ടി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് കാലം ആ മഹാന്റെ മദ്ഹുകൾ പറയാനും ആ മഹാന്റെ ഉറൂസ് കൊണ്ട് മടക്കാനും അതേപ്രകാരം തന്നെ മഹാന്മാരായ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സ്നേഹിക്കാനുള്ള ഒരു ഈമാനുള്ള മനസ്സ്, ഒരു സ്നേഹമുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും, നമ്മുടെ നാട്ടുകാരായ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ ഖൽബിൽ നിന്ന് ബിദ്അത്തിന്റെ ആ ഏറ്റവും വൃത്തികെട്ട ആശയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമാറാവട്ടെ. സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാനുള്ള മഹത്തായ ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. അത്തരം തെറ്റായ ചിന്തകളുള്ള എല്ലാ ആളുകൾക്ക് ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാരായ എല്ലാ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലോ ഒരിക്കലും ബിദ്അത്തിന്റെ ആശയമുള്ള ഒരാളെയും പരാവരിക്കുമാറാവട്ടെ. നാം ചിന്തിക്കണം, മഹാനായ യൂസുഫുൽ ബുഖാരി തങ്ങള് അദ്ദേഹത്തിന്റെ ഒരു മകൾ പുത്തനാശയക്കാരനായ ഭർത്താവിന്റെ കൂടെ കൂടിയപ്പോൾ ആ മഹാൻ പറഞ്ഞ വാക്കെന്താണ്? ഇനി എന്റെ വീട്ടിലേക്ക് നീ കയറണ്ട എന്നാണ്. സ്വന്തം മകളോട് പറഞ്ഞ വാക്കാണ്. നീ എന്നാണോ ബിദ്അത്ത് ഒഴിവാക്കുക അന്ന് എന്റെ വീട്ടിൽ കയറിയാൽ മതി. മാത്രവുമല്ല, മുഴുവൻ കുടുംബത്തിൽ പോയി പറഞ്ഞു, അവൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും യൂസുഫ് വരൂല എന്ന്. നാം ചിന്തിക്കണം, സ്വന്തം മകൾ ഭർത്താവിന്റെ കൂടെ ആശയം മാറിയപ്പോൾ സ്വന്തം മകളോട് വീട്ടിൽ കയറണ്ട എന്നും ഞാൻ മരിച്ചാൽ എന്റെ സ്വത്ത് അവൾക്കുണ്ടാവുകയില്ല എന്നും പറഞ്ഞു. പക്ഷേ അൽഹംദുലില്ലാഹ്, മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ആ മോള് സുന്നിയായി മടങ്ങി വന്നപ്പോൾ മഹാൻ പറഞ്ഞു, കയറാൻ വരട്ടെ, ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ ആ മകളെ കുറിച്ച് മകനോട് വ്യക്തമായി പഠിക്കാനും അവൾ ആശയം മാറിയിട്ടുണ്ട് എന്നും ഇനി മരിക്കുന്നത് വരെ ആ ആശയത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്നും അവളെ കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് മകളെ കടത്തിയതെങ്കിൽ ഇത് മുമ്പ് കഴിഞ്ഞ പരിപാടിയല്ല. ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 1.5 മാസം മുമ്പാണ് ഈ വിഷയം ഉണ്ടായതെങ്കിൽ സുൽജമായത്ത് ആ ആശയം വല്ലാത്ത മഹത്വമുള്ള ആശയമാണ്. അതുകൊണ്ട് അത്തരം ആളുകളോടൊക്കെ നാം ചിന്തിക്കേണ്ട നിലപാടുകൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുൻഗാമികളായ ആളുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു ഉസ്താദിന്റെ വാക്കല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച വാചകമാണ്. അവർ കാണിച്ചു വന്ന മാതൃകയാണ്. ആ മാതൃക പിൻപറ്റൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് എന്റെ അധ്യക്ഷ